ഹലോ നമസ്കാരം. ഞാൻ ജയശ്രീ ഗോവിന്ദൻ, വെറി ഫ്രീ റിട്ടയർമെന്റ് കൺസൾട്ടന്റ്. പല ആളുകളോടും ഒരു റിട്ടയർമെന്റ് പ്ലാനിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പറയാറുണ്ട്, എനിക്ക് ഒരുപാട് കടമുണ്ട്, അതൊക്കെ തീർത്തിട്ടാവട്ടെ നോക്കാം എന്ന്. ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങളുടെ കടങ്ങൾ നിങ്ങൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. കാരണം കടങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും പല ആവശ്യങ്ങൾക്കും നമ്മൾ എടുക്കുന്ന ഒന്നാണ്. അപ്പൊ അതെല്ലാം തീർത്തിട്ട് ഒരു റിട്ടയർമെന്റ് ലൈഫിന് വേണ്ടിയിട്ട് നമ്മൾ സേവ് ചെയ്യാൻ തുടങ്ങുക എന്ന് വെച്ചാൽ നമുക്ക് ഒരിക്കലും റിട്ടയർമെന്റ് ലൈഫ് നല്ല രീതിയിൽ ആഘോഷിക്കാൻ സാധിക്കില്ല. കാരണം അപ്പോഴേക്കും നമ്മുടെ കുറെ കാലങ്ങൾ അങ്ങ് കഴിഞ്ഞു പോയിട്ടുണ്ടാവും, നമ്മുടെ ഇൻകം ചിലപ്പോൾ അത്രയും കുറഞ്ഞു പോയിട്ടുണ്ടാവും. പിന്നീട് നമ്മളൊരു റിട്ടയർമെന്റ് ലൈഫിന് വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്യാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ അത് നമുക്ക് വേണ്ട വിധത്തിലുള്ള ഒരു പ്ലാനിങ് നടത്താനായിട്ട് സാധിക്കില്ല. അങ്ങനെ വരുമ്പോഴാണ് ഇന്ന് പല ആളുകൾ അനുഭവിക്കുന്ന പോലെ റിട്ടയർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വീണ്ടും കടം മേടിക്കേണ്ടി വരിക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അസറ്റുകൾ വിൽക്കുക, അങ്ങനെ പല രീതിയിൽ, അല്ലെങ്കിൽ മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കേണ്ടി വരിക എന്നതൊക്കെ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ നമുക്ക് ഡെപ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ കടമുണ്ട്, നമ്മളത് തീർക്കണ്ടേ എന്ന് ചോദിച്ചാൽ തീർച്ചയായും നമ്മളത് തീർക്കണം. അത് വലിയ വലിയ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരുന്ന ഡെപ്റ്റുകളാണെങ്കിൽ തീർച്ചയായിട്ടും അത് ആദ്യം തന്നെ തീർക്കാൻ നമ്മൾ ശ്രമിക്കുക. പക്ഷെ ഇതെല്ലാം ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഒരു ഭാഗത്തുകൂടെ ചെറിയ രീതിയിൽ ഇത്തരം കടങ്ങൾ വീട്ടാനുള്ള ശ്രമം നടത്തുമ്പോൾ മറുഭാഗത്ത് നമ്മൾ നമ്മുടെ റിട്ടയർമെന്റ് ലൈഫിന് വേണ്ടിയുള്ള സേവിങ്സ് ആരംഭിച്ചിരിക്കണം. അല്ലാതെ ഒന്ന് കഴിഞ്ഞതിന് ശേഷം മറ്റേത് നോക്കാമെന്നല്ല, അതിനോടൊപ്പം തന്നെ കുറച്ച് ഇത് വീതം ഇതിനകത്തേക്കും സേവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഇതിന് ഏക പോം വഴി എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും വലിയ രീതിയിലുള്ള കടം എന്നൊക്കെ പറയുന്നത് ഈ ക്രെഡിറ്റ് കാർഡ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ലോണുകളൊക്കെയാണ്. അതിലൊക്കെയാണ് വലിയ ഇൻട്രസ്റ്റുകളൊക്കെ വരുന്നത്, 12 മുതൽ 20-25% വരെയൊക്കെ ഇൻട്രസ്റ്റ് വരുന്നത്. അപ്പം അത് നമ്മൾ ആദ്യം കുറേശ്ശെ വീട്ടുക നോക്കുക. അതിനോടൊപ്പം തന്നെ ചെറിയ രീതിയിലെങ്കിലും റിട്ടയർമെന്റ് ലൈഫിന് വേണ്ടി നമ്മൾ സേവ് ചെയ്യാനും തുടങ്ങണം. അത് വലിയ കടങ്ങൾ വീട്ടി വരുമ്പോഴത്തേക്കും നമ്മളുടെ സേവിങ്സ് ഒരുവിധം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് പിന്നീട് കിട്ടുന്ന കാര്യങ്ങളിൽ നിന്ന് അതുപോലെ പതുക്കെ ചെറിയ ഡെപ്റ്റുകൾ എന്നിട്ട് തീർക്കാനായിട്ട് നോക്കുക. അല്ലാതെ ഒന്ന് തീർന്നതിന് ശേഷം മറ്റത് തുടങ്ങാം എന്ന് വിചാരിക്കുന്നത് മഹാമണ്ടത്തരമാണ്. നമ്മളുടെ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് റിട്ടയർമെന്റിന് വേണ്ടിയിട്ട് സേവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം ഒന്നിനൊഴികെ പുറകെ മറ്റൊന്ന് എന്ന രീതിയിൽ പല രീതിയിലുള്ള കടങ്ങളും എക്സ്പെൻസും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വന്നുകൊണ്ടിരിക്കും. എപ്പോഴും എത്ര നേരത്തെ നമ്മൾ റിട്ടയർമെന്റ് ലൈഫിന് വേണ്ടി സേവ് ചെയ്യാൻ തുടങ്ങുന്നോ അത്രയും നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ റിട്ടയർമെന്റ് ലൈഫ് ആഘോഷിക്കാനായിട്ട് അല്ലെങ്കിൽ ആസ്വദിക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ വീണ്ടും റീടയേർഡ് എന്ന രീതിയിൽ തന്നെയായി മാറും നമ്മുടെ റിട്ടയർമെന്റ് ലൈഫ്. അത് നിങ്ങൾ വേണം ചിന്തിക്കാൻ, റിട്ടയർമെന്റ് ലൈഫ് വേണോ റീടയേർഡ് ലൈഫ് വേണോ എന്നുള്ളത്. കാരണം നമ്മുടെ റിട്ടയർമെന്റ് ആയി കഴിഞ്ഞിട്ടും നമ്മൾ വീണ്ടും കടം വീട്ടാനും അല്ലെങ്കിൽ മുന്നോട്ടുള്ള ജീവിതത്തിനും വേണ്ടി വീണ്ടും ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരിക, അല്ലെങ്കിൽ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരിക എന്ന് പറയുന്നത് ഭയങ്കര കഷ്ടപ്പാടാണ്, ദുരിതമാണ്. നമ്മൾ ഇന്ന് ഏൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിന് വേണ്ട സംവിധാനങ്ങൾ ഒരുക്കുക, പ്ലാൻ ചെയ്യുക. അതും നല്ല രീതിയിൽ നല്ല ഗൈഡൻസോട് കൂടി തന്നെ പ്ലാൻ ചെയ്യുക. എന്നാൽ മാത്രമാണ് നല്ലൊരു റിട്ടയർമെന്റ് ലൈഫ് നമുക്ക് ആരെയും ആശ്രയിക്കാതെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ സ്വന്തം വരുമാനത്തിൽ നിന്നും ജീവിക്കാനും ജീവിതം ആസ്വദിക്കാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്കെല്ലാം തന്നെ ഗുണകരമാവുന്നു ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ പല എപ്പിസോഡുകളും ഇതിനു മുന്നിലുള്ളതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ തീർച്ചയായും അതെല്ലാം വാച്ച് ചെയ്യുക. ഓരോ ദിവസവും ഓരോ പുതിയ അറിവുകളാണ് ഇവിടെ കിട്ടുന്നത്. ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നു എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നത് ടേക്ക് കെയർ, ബൈ ബൈ.